ബഡ്സൈക്കിൽ വീക്കേറി പോയി ട്രിപ്പ് ഇട്ട് തിരിച്ചു വരുന്ന സമയത്ത് കുമ്പളത്താവളം ജംഗ്ഷൻ അടുത്ത് വരാറായപ്പോൾ തോട്ടത്തിൽ നിന്ന് ആന ഇറങ്ങി വരികയും ആന മുന്നോട്ടൊരു സ്റ്റെപ്പ് വെച്ചിട്ട് പുറകോട്ട് വന്ന് എൻ്റെ വണ്ടിക്ക് അടിക്കുകയും വണ്ടിയെ കയറി തുമ്പിക്കടുത്ത് പിടിക്കുകയും ചെയ്തു. ഒരു നിമിഷം എല്ലാ ദൈവങ്ങളെയും കണ്ടു. കുത്തിപ്പൊക്കി ആ ഈടിയറമ്പി കൊണ്ടുവച്ചു. ഒരു പോയിന്റ് മാറിയാൽ ഞങ്ങൾ കുഴിക്കകത്ത് പോവുക. അത്രയും കാറ് കൊണ്ട് അവിടെ വെച്ചിട്ടാണ് ഇത് കൊലവിളി നടത്തുന്നത്. കൊലവിളി നടത്തി താഴോട്ട് ഇറങ്ങിപ്പോയി. ഇതിൻ്റെ ആദ്യമേ ഇവിടെ വന്നാണ് കുത്തുന്നത്. ഇവിടെ വന്ന് കുത്തി ഇവിടുന്ന് കൊമ്പ് അകത്ത് കയറ്റി, അത് വലത്തെ കൊമ്പാണ്, ഒരു കൊമ്പ് അന്നേരത്തേക്ക് ഇവിടെ ആയിരുന്നു, ഇവിടെ നിന്ന് തന്നെയാണ്. എന്നിട്ട് ഇവിടുന്ന് വണ്ടി കുത്തി പൊക്കി അങ്ങോട്ട് നീക്കുമായിരുന്നു, ബാക്ക് സൈഡിലോട്ട് പോയില്ല. അന്നേരത്തേക്ക് എനിക്ക് തോന്നുന്നു എൻ്റെ ഊഹ ശരിയാണെന്നുണ്ടെങ്കിൽ ചില്ല് പൊട്ടി തുമ്പിക്കൈ കയറിയിട്ടുണ്ട്. പകുതി ചില്ലേ ഉള്ളു ഇതിനകത്ത്, പകുതി അവിടെ ഇല്ല. ചില്ല് പൊട്ടി കയറി, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ചിഹ്നം വിളിച്ചത്. ഞങ്ങൾ അനങ്ങാതിരിക്കുമായിരുന്നു, അതുകൊണ്ട് രക്ഷപ്പെട്ടു. കുത്തി കയറി ഇവിടുന്ന് ഇത് കണ്ട്, ഇവിടുന്ന് കുത്തി ഇത് കയറി, ഇത് കൊമ്പ് കയറിയതാണ്. ഇത് കൊമ്പ് കയറി. അപ്പോൾ ഇത് ഇപ്പുറത്തേത് ഒരു കൊമ്പ് ഇങ്ങനെ അതിനകത്തുനിന്ന് വെളി വന്നതാണ്. ഞാനിവിടെ ഇരുന്നോണ്ടിരുന്നത്. ഞാൻ പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് മറിഞ്ഞു. സീറ്റ് ബെൽറ്റ് കൊണ്ട് അധികം ആയ അങ്ങോട്ട് മറിയാനും പറ്റിയില്ല. ഇവിടുന്ന് കുത്തി ഈ ഡോർ ഉൾപ്പെടെ ഇവിടുന്നാണ് പൊക്കിയത്. ഇവിടുന്ന് ആ ഡോറ് കുത്തി വണ്ടി പൊക്കുകയായിരുന്നു, പൊക്കി ഇത് ചെയ്യുമായിരുന്നു. അങ്ങേ സൈഡിലായിരുന്നു. നല്ലൊരു എമൗണ്ട് ആവും. ഡോറ് മൊത്തത്തിൽ നിന്ന് മാറി വെക്കണം. പിന്നെ ഇത് സൈഡ് ഡെൻഡായി പോയി. ഇനി അകത്തോട്ട് ഇനി വർക്ക്ഷോപ്പിൽ കാണിച്ചാലേ നമുക്കറിയത്തുള്ളൂ എന്തുമാത്രം പണി വരുമെന്ന്. ഫോറസ്റ്റുകാർ പറഞ്ഞു അവർ അപ്പോൾ ഗവൺമെൻറ് അപ്രൂവ്ഡ് വർക്ക്ഷോപ്പിൽ കയറ്റി അവർ ഇത് ചെയ്ത് തരാമെന്ന് പറഞ്ഞു അവർ പരമാവധി ഇത് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അധികൃതരുടെ അടുത്ത് ചെന്നാലും പിന്നെ അതനുസരിച്ചല്ലേ ഇത് തരത്തുള്ളൂ. കാലതാമസം ഉണ്ടാവും. ഉടനെ ഒന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. കാലതാമസം ഉണ്ടാവും. ഡോറിൻ്റെ സൈഡ് മൊത്തം മാറ്റിയേ പറ്റത്തുള്ളൂ. പിന്നെ വേറെ ഗ്ലാസ് ഫ്രണ്ട് മിറർ, ഡോറിൻ്റെ സൈഡ് ഡോർ മൊത്തം പോയി. പിന്നെ അതിനകത്തെ ഗ്ലാസ്, സൈഡ് മിറർ, ഡോറിനകത്തെ മറ്റേ വിൻഷീൽഡ് പോയതാണ്. എല്ലാം ഇത് ചെയ്തതാണ്. ഞാൻ വടശ്ശേരിയിലെ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. വെള്ളിയാഴ്ച കീമോ ഉണ്ടായിരുന്നു. കീമോ കഴിഞ്ഞ് ഭയങ്കര ക്ഷീണം തോന്നിയതുകൊണ്ട് വടശ്ശേരിയിൽ വീക്കേറി പോയി ട്രിപ്പ് ഇട്ട് തിരിച്ചു വരുന്ന സമയത്ത് കുമ്പളത്താവളം ജംഗ്ഷൻ അടുത്ത് വരാറായപ്പോൾ തോട്ടത്തിൽ നിന്ന് ആന ഇറങ്ങി വരികയും ആന മുന്നോട്ടൊരു സ്റ്റെപ്പ് വെച്ചിട്ട് പുറകോട്ട് വന്ന് എൻ്റെ വണ്ടിക്ക് അടിക്കുകയും വണ്ടിയെ കയറി തുമ്പിക്കടുത്ത് പിടിക്കുകയും ചെയ്തു. ഒരു നിമിഷം എല്ലാ ദൈവങ്ങളെയും കണ്ടു. ഇതിൽ വന്ന് ഗ്ലാസ്സിനടിച്ചു, കൊമ്പൗണ്ട് ഡോറെ പൊക്കി, ഇറങ്ങാൻ പറ്റാതെ, ഡോർ ജാമായിപ്പോയി, ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയിലായിപ്പോയി. അങ്ങനെ 10 മിനിറ്റ് അവിടെ ഇരുന്നു. പിന്നെ മെമ്പർ അജേഷിനെ ഫോൺ എടുത്ത് വിളിച്ചു. അത് കഴിഞ്ഞ് വഴിയെ റോഡിൽ ആൾക്കാർ വന്ന് തുറന്നിട്ടാണ് എനിക്കും മോനും ഇറങ്ങാൻ പറ്റിയത്. പട്ടാപ്പകൽ 11 മണിക്ക്. പ്രതീക്ഷിക്കുന്നില്ല, അങ്ങനെ ഇതുവരെ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. അത് പ്രതീക്ഷയില്ലായിരുന്നു. വന്ന് വളവായിരുന്നുകൊണ്ട് അങ്ങപ്പുറം ഇങ്ങപ്പുറം നമ്മൾ കാണുന്നില്ല. വീടിക്ക് മേളിൽ നിന്ന് എടുത്ത് ചാടുന്നത് വണ്ടിയുടെ മണ്ടയിലോട്ടാണ്. ഞാൻ എടുത്ത് ചാടുന്നത് വണ്ടിയുടെ മണ്ടയിലോട്ടാണ് ചാടുന്നത്. അങ്ങനെ സംഭവിച്ചു പോയി. പ്രധാനപ്പെട്ട റോഡ്, മെയിൻ റോഡ്, മുക്കുഴി മനോരമ ജംഗ്ഷൻ മെയിൻ റോഡാണ്. വാഹനം മൊത്തം നശിച്ചു. എനിക്ക് നല്ല പണിയുണ്ട്. അതുകൊണ്ട് അധികാരികളോട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് ആഴ്ച കീമോയ്ക്ക് പോകണം. ഈ വണ്ടി ഇല്ലാതെ വേറെ ആശ്രയമൊന്നുമില്ല. എൻ്റെ കയ്യിൽ ഇപ്പോൾ എടുക്കാൻ പൈസയും ഇല്ല. എങ്ങനെയും കടമൊക്കെ എടുത്ത് വാങ്ങിച്ച വണ്ടിയാണ് ഇപ്പോഴേ. എന്തുവരും ഒന്ന് അധികാരികളെ ശ്രദ്ധിച്ച് എത്രയും പെട്ടെന്ന് ഈ വണ്ടി ഒന്ന് പണി തീർത്തണമെന്ന് എനിക്ക് അപേക്ഷിക്കാനുള്ളൂ. ഫോറസ്റ്റുകാർ പറഞ്ഞ് ബില്ല് കൊടുത്താൽ മതി, അത് ചെയ്തു തരാമെന്ന്. പക്ഷേ കാലതാമസം വരുമെന്ന് എനിക്ക് തോന്നുന്നു. എത്രയും പെട്ടെന്ന് കിട്ടിയാൽ വലിയ ഉപകാരമായിരുന്നു. ലിജിൻ എന്നാണ് സംഭവത്തിൽ ഞാനാണ് വണ്ടി ഓടിച്ചിരുന്നത്. ഞങ്ങളെ വടശ്ശേരിക്കര വീക്കർ ഹോസ്പിറ്റലിൽ അപ്പന് വയ്യാതിരിക്കുന്ന ട്രിപ്പ് ഇടാൻ വേണ്ടി പോയിട്ട് തിരിച്ചു വരുന്ന സമയമായിരുന്നു. അന്നേരത്തേക്ക് വേണ്ട 11:15 ആ ടൈമിൽ ഞങ്ങൾ വന്ന സമയത്ത് കൊണ്ട് ആ വളവിന് വെച്ച് മേളിൽ നിന്ന് ഇറങ്ങി വരുമായിരുന്നു. വളവായതുകൊണ്ട് നമുക്ക് കാണത്തുമില്ലായിരുന്നു. നേരെ വന്ന ആനയുടെ മുന്നിലാണ് ഇത് ചെയ്തത്. ഞാൻ വണ്ടി ചവിട്ടി റിവേഴ്സ് ഗിയർ ഇടുന്ന സമയം കൊണ്ട് തന്നെ ആന വന്ന് തുമ്പിക്കയും കൊണ്ട് ആദ്യം ഇവിടെ അടിച്ചു. രണ്ടാമത് ഇവിടുന്ന് കൊമ്പും കൊണ്ട് കുത്തി ഡോർ ഇളക്കി വണ്ടി കിളത്തി എടുത്തങ്ങോട്ട് എറിയുമായിരുന്നു. എടുത്ത് മറിക്കാൻ നോക്കി, പക്ഷേ വെയിറ്റുള്ള വണ്ടി കൊണ്ടായിരിക്കും മറിഞ്ഞില്ല. നേരക്കി അപ്പുറത്ത് ഇടിയുടെ തുമ്പത്ത് കൊണ്ട് വെച്ചു. ജസ്റ്റ് മിസ്സായി. ഇച്ചിരി പോയി കഴിഞ്ഞാൽ താഴെ കുഴിയിൽ വലിയ താഴ്ചയാണ്, അവിടെ മറിഞ്ഞ് കിടക്കത്തേ ഉള്ളായിരുന്നു. ആ റോഡിൽ കൂടെ ആൾ വന്നാൽ കാണത്തുമില്ല. ആ സമയത്ത് ഇവിടെ ആരും ഇല്ലായിരുന്നു. വന്നാലും അച്ഛനുണ്ടായിരുന്നു കൂടെ. ഞങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് 2 ചിഹ്നം വിളിച്ച് തിരിച്ചു പോയി 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വെളിയിൽ ഇറങ്ങുന്നത്. വെളിയിൽ ഇറങ്ങിയ ഉടനെ മെമ്പറെ വിളിച്ചു. നേരത്തേക്ക് ആൾക്കാരൊക്കെ വന്നു. അപ്പോഴത്തേക്ക് താഴെ ആറ്റിലിറങ്ങിയത്. ആറ്റിലിറങ്ങി അക്കരെ കയറി. ശാരീരികമായിട്ട് അസ്വസ്ഥയായി. എന്നിട്ട് ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ട്, ഇവിടെ മേലെ അയ്യപ്പ ഹോസ്പിറ്റലുണ്ട്, അവിടെ കൊണ്ടുപോയി. എക്കോ വ്യത്യാസമുണ്ട്, ചില പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത് ശാരീരികമായിട്ട് ക്യാൻസറാണ്. ശാരീരികമായിട്ട് പ്രശ്നമുണ്ട്. ക്യാൻസറാണ്. അതിന് മുമ്പ് അറ്റാക്ക് വന്ന് 2 സ്റ്റെൻറ്റ് ഇട്ടേക്കോ, 2 ബ്ലോക്ക് ഇപ്പോഴും ഉണ്ട്. 11:30 ആയില്ല, 11:20.
11:15 സമയത്തായിരുന്നു. പെട്ടെന്ന് ഇത് ഇറങ്ങി പെട്ടെന്ന് ഇറങ്ങി വരുമായിരുന്നു. പെട്ടെന്ന് മേളിൽ നിന്ന് ഇറങ്ങി വന്ന് വണ്ടിയുടെ മുന്നിലോട്ട് നിന്ന് ആ വന്ന വരവിന് തന്നെ വണ്ടിയെ ഇടിച്ചു. അന്ന് റോഡിലിറങ്ങി ഞങ്ങൾ അങ്ങേ സൈഡിലാണ് നിന്ന് ഓടി വന്ന് അന്നേരം വണ്ടിയെ കുത്തി എടുത്ത് മറിക്കുമായിരുന്നു. ഇവിടെ കുത്തി കീറിയാണ് ആദ്യം കുത്തി കീറിയിട്ടാണ് വണ്ടി മറിക്കാൻ നോക്കുന്നത്. അന്നേരമാണ് വണ്ടി അങ്ങോട്ട് നീങ്ങിപ്പോയത്. ഡ്രൈവിംഗ് സീറ്റിൽ ഡ്രൈവിംഗ് സീറ്റിൽ ഞാനുണ്ടായിരുന്നു. ചില്ലെല്ലാം പൊട്ടി എൻ്റെ ദേഹത്ത് വീണു. മേളത്തിൽ ചില്ല് പൊട്ടി വീണു, അതിൻ്റെ സൈഡിലെ ചില്ല് വീണു. പക്ഷെ മുറിവൊന്നും ഉണ്ടായില്ല. അപ്പുറത്തേക്കൊക്കെ കൊമ്പ് വന്നായിരുന്നു. അന്നേരത്തേക്ക് ഞാൻ അച്ഛൻ്റെ ദേഹത്തോട്ടങ്ങ് ചാഞ്ഞു, അങ്ങോട്ടങ്ങ് മാറി. എനിക്ക് സീറ്റ് ബെൽറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സീറ്റ് ബെൽറ്റ് ഊരാനുള്ള ഇതുള്ളതുകൊണ്ട് എനിക്ക് അത്ര അങ്ങോട്ട് ചാടാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഇത് തിരിച്ചു പോയി കഴിഞ്ഞാണ് ഞാൻ ഇറങ്ങുന്നത് വണ്ടിയിൽ നിന്ന്. നല്ല 2-3 തവണ ചിഹ്നം വിളിച്ചിട്ടാണ് പോയത്. ഭയപ്പാടിലായി പോയി. നല്ല പണിയുണ്ട്. വണ്ടിയുടെ ഡോറും ഗ്ലാസും ഇതെല്ലാം പോകണം, മാറണം. ഇവിടെ തന്നെയാണ്. എന്നിട്ട് ഇതായിട്ട് വെച്ചേ പറ്റത്തുള്ളൂ.